നമസ്തേ. കഥകളൊരു സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഞ്ചതന്ത്രം കഥകളാണ്. ഓർക്കുന്നുണ്ടല്ലോ, പാടലിപുത്രത്തിലെ രാജകുമാരന്മാരെ മഹാഗുരുവായ സോമശർമാവ് കഥകളിലൂടെയാണ് പഞ്ചതന്ത്രങ്ങൾ പഠിപ്പിക്കുന്നത്. പഞ്ചതന്ത്രങ്ങളിൽ ആദ്യത്തെ തന്ത്രമായ മിത്രഭേദം 25-30ഓളം കഥകളിലൂടെ രാജകുമാരന്മാർക്ക് മഹാഗുരു പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. അവർക്ക് മിത്രലാഭം എന്ന തന്ത്രം അവർ പഠിച്ചു. ഒരു ഭരണാധികാരികൾക്ക് ഉണ്ടായിരിക്കേണ്ട, ഒരു രാജാവിനുണ്ടായിരിക്കേണ്ട, മന്ത്രിക്ക് ഉണ്ടായിരിക്കേണ്ട, ഭരണാധികാരികൾക്ക് ഉണ്ടായിരിക്കേണ്ട തന്ത്രങ്ങൾ 5 അതിലൊന്നാണ് ആദ്യത്തേത് മിത്രലാഭം. ഇപ്പോൾ നമുക്ക് മിത്രലാഭമാണ്. ആ കഥകൾ പറയുമ്പോൾ കാക്ക, ആമ, എലി എന്ന 3 കൂട്ടുകാർ, ആ 3 കൂട്ടുകാർ തമ്മിലുള്ള മിത്രങ്ങളെ കൊണ്ടുള്ള ലാഭങ്ങൾ പ്രകീർത്തിക്കുന്ന കഥകളാണ് മിത്രലാഭത്തിലെ പഞ്ചതന്ത്രം കഥകൾ. ഇതിലൊരു കാക്കയുണ്ട്, എലിയുണ്ട്, ആമയുണ്ട്. ഇതിലത്തെ ഈ കഥയിലെ മഹിളാരൂപ്യം എന്ന് പറയുന്ന രാജ്യത്താണ് ഈ കഥ നടക്കുന്നത്. അവിടെ ഒരു മന്ദിരത്തിൽ അതിൻ്റെ മുറ്റത്ത് വലിയ മരമുണ്ട്. ആ മരത്തിൻ്റെ മുകളിലാണ് ലഘുപതനൻ എന്നാണ് കാക്കയുടെ പേര്. ആ കാക്ക, അവിടെ ഒരു കാക്കയുണ്ട്, ഭാര്യയും കുട്ടികളും കുടുംബമൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത്. ഒരു ദിവസം സൂര്യൻ ഉദിച്ചു പൊങ്ങി ഒരു വേടൻ അമ്പും വില്ലും കൊണ്ട് അവിടെ വന്നു തൻ്റെ കൂട്ടിലേക്ക് ലക്ഷ്യം വെച്ച്. ഇപ്പം മഹാദുഷ്ടനായി, എപ്പോഴാണ് തൻ്റെ മക്കളെ എറിഞ്ഞ് വീഴ്ത്തുകയെന്നറിയില്ല, എന്താ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചിരുന്നു. വേടൻ കാട്ടിൽ അപ്പോഴേക്കും വലയൊക്കെ കെട്ടി ഉറപ്പിച്ച് ആ വലയിൽ കുടുങ്ങുന്ന പക്ഷികളാണ് വേടൻ്റെ ലക്ഷ്യം. കൊണ്ടുപോയി കൊന്ന് ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇരിക്കെ ആ വലയ്ക്കകത്ത് വീഴുന്ന മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടി കാണാതെ ഒളിച്ചു പോയി വേടൻ ഒരുപാട് ദൂരെ പോയി ഒളിച്ചിരുന്നു. ആ സമയത്ത് മാടപ്രാവും കുട്ടികൾ, ഒരു കുടുംബം, ഒരുപാട് കൂട്ടരും, മാടപ്രാവും കുട്ടികളില്ല, മാടപ്രാവും ഒരുപാട് പ്രാവുകൾ കൂട്ടമായി വന്ന് പറന്ന് അവർ ഈ വലയ്ക്കകത്തപ്പെട്ടുപോയെങ്കിലോ. അയ്യോ, വേടൻ അവിടെ നിന്ന് ആകെ വലയ്ക്കകത്ത് പെട്ടപ്പോൾ ഈ പ്രാവുകൾ അങ്ങും നോക്കി, കരച്ചിൽ ഒച്ച ശബ്ദം. കാക്കൻ ശ്രദ്ധിച്ചു, ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക, ഈ പ്രാവുകളെ മുഴുവൻ വേടപ്പം കൊണ്ടുപോയി ശരിയാകില്ലേ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പോഴേക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ചയെ കണ്ടത് അവിടെ. എന്താ, ഈ പ്രാവുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറുന്നന്നെ അങ്ങനെ കുറുകട കേട്ടു. ഇത്രയും കഴിഞ്ഞ് വേടൻ ഓടി വരുന്നുണ്ട്. വേടൻ അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് എല്ലാ പ്രാവുകളും ആഞ്ഞ് പിടിച്ച് വലയുടെ വള്ളികളിൽ അങ്ങോട്ട് കൊത്തിപ്പിടിച്ച് അവർ ഒന്നിച്ച് ഒപ്പം ഒരൊറ്റാഞ്ഞു കൊണ്ട് അങ്ങോട്ട് പൊങ്ങിയ വഴിക്ക് വല മുഴുവൻ അങ്ങോട്ട് പൊങ്ങി. പ്രാവുകൾ അതിനകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട്. പക്ഷെ അവരാഞ്ഞ് പിടിച്ചങ്ങോട്ട് പറന്നുപോയി. അപ്പം എന്താ, ഒരു വലയ്ക്കകത്ത് ഒരുപാട് പ്രാവുകൾ ആ വലയോടുകൂടി പറന്നു കൊന്നു. കാക്കയ്ക്ക് ഒരു കൗതുകം തോന്നി. കാക്ക പുറകെ വച്ച് പിടിച്ചു. എന്താ ഈ പ്രാവുകൾക്ക് സംഭവിക്കുക, ഇവരെങ്ങനെ രക്ഷപ്പെടും എന്നറിയണമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ലഘുപതൻ എന്ന് പറഞ്ഞ കാക്ക ഈ പ്രാവുകളുടെ മടപ്രാവുകൾ, കൂട്ടമായ മടപ്രാവുകളും വലയും കൂടി പറന്നു പോകുന്നതിൻ്റെ പുറകെ പോയി കുറേ ദൂരം ചെന്നപ്പോൾ ഒരു മലയുടെ അടിവാരത്തിലായിട്ട് അവർ പറന്ന് താഴ്ന്നു. വലയ്ക്കകത്ത് വല അങ്ങോട്ട് താഴ്ന്നു കഴിഞ്ഞിട്ട് അവരവിടെ കിടന്നിട്ടുണ്ട്. കലബല ശബ്ദം ഉണ്ടാക്കി. എന്ന് വെച്ചാൽ അവിടെ വിളിക്കണം, അവരെ കൊണ്ടാകുന്ന അവർ സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു അവരുടെ ഭാഷയിൽ. അത് കേട്ട് അവിടെ അടുത്തുള്ള ഒരു എലിയുടെ മാളത്തിൽ നിന്നും ഒരു എലി പുറത്തേക്ക് വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ചിത്രഗിരീവൻ എന്ന് പറയണ ഒരു സൗഹൃദത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ വന്നു. വേടനങ്ങോട്ട് വിഷണ്ണനായി. ഒരെണ്ണത്തിനും വലയിൽ നിന്ന് പിടിക്കാൻ പറ്റിയില്ല. പലയോടുകൂടി പ്രാവുകൾ പറന്നു പോയില്ലേ. അവിടെ ചെന്ന് വലയെല്ലാം നമുക്കപ്പോൾ പറഞ്ഞു, മാടപ്രാവ് പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരു എലിയുണ്ട്, ആ എലിയും അയാളുടെ സുഹൃത്തുക്കളും വന്നാൽ നമുക്ക് ഈ വല മുറിച്ച് നമ്മളെ രക്ഷിക്കും, നമുക്ക് അവിടേക്ക് പോകാം, എനിക്ക് അയാളുമായിട്ട് നല്ല സൗഹൃദമാണ് എന്ന് പറഞ്ഞുകൊണ്ട്
പ്രാവ് വലയിൽ പോയി. അവിടെ ചെന്ന് ഇവിടെയാണ് നമ്മൾ സൗഹൃദത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത്. ചിത്രഗ്രീവൻ കൂട്ടുകാരുമൊത്ത് എലിമാളത്തിന് മുന്നിലെത്തി. ചിത്രഗ്രീവൻ എന്ന് പറയുന്നത് ഈ മാടപ്രാവിൻ്റെ ഒരു നേതാവാണ്. എലി വേഗം ശബ്ദം കേട്ട് പുറത്തു വന്നു. അവിടെ വന്നപ്പം തൻ്റെ കൂട്ടുകാരനായ ചിത്രഗ്രീവൻ്റെ വലയ്ക്കകത്ത് കുടുങ്ങിക്കിടക്കുക. അയാൾ തന്നെയാണ്. അയാളുടെ കൂട്ടുകാരും ഒരുപാട് പേര്, എല്ലാ പ്രാവുകളും മാടപ്രാവുകളും വലയ്ക്കകത്ത് കുടുങ്ങിക്കിടക്കുക. ഉടൻ തന്നെ എന്ത് ചെയ്തു? ഈ ചിത്രഗ്രഹ ആപത്ത് പറ്റിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എങ്ങനെ ആപത്ത് പറ്റിയത്? എന്താ ചെയ്യുക? ഈശ്വരേച്ഛ ഇങ്ങനെയാണ്, അല്ലാണ്ട് ഇപ്പം ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണേ? ഞങ്ങളുടെ ഒരു ദുർവിധി ആ വേടൻ്റെയൊക്കെ ഭക്ഷണമായി മാറുമായിരിക്കുന്ന തോന്നണേ ഞങ്ങൾ എന്നിങ്ങനെ പറഞ്ഞു. മഹാകൗശലക്കാരനായ കഴുകനും ആപത്തിൽ അടിപ്പെട്ടേക്കാം. എത്രയും കൗശലമുള്ള ആളാണ് ഈ കഴുകൻ. ആ കഴുകനും എല്ലാവരെയും കൊത്തിപ്പറക്കി തിന്നണതാണ്. ആ കഴുകനും ചിലപ്പോൾ ആപത്തിൽ പെടും. അതുപോലെ അത്രയൊക്കെ ഉള്ളൂ. ആനയും പാമ്പും ഒക്കെ വളരെ ശക്തന്മാരാണ്. പക്ഷേ എങ്കിലും അവരും ചിലപ്പോൾ മനുഷ്യർക്ക് അടിമകളായിട്ട് ജീവിക്കുന്നുണ്ടാവും. സൂര്യചന്ദ്രന്മാർക്കും കൂടി ജീവിതത്തിൽ കഷ്ടകാലം ഉണ്ടായിട്ടില്ലേ? പിന്നെ എന്തിനാ നീ ഇങ്ങനെ അത്ര ദുഃഖിക്കണേ? അവരും ചിലപ്പോൾ ഈ സൂര്യനും ചന്ദ്രനുമൊക്കെ രാഹുവിൻ്റെ വായിൽ ചെന്നപ്പെട്ട്. അങ്ങനെയൊക്കെയാണ് ലോകത്തിൽ സകലത്തിൻ്റെയും സ്ഥിതി. സുഖം ദുഃഖം അതൊക്കെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്ന് എലി സമാധാനിപ്പിച്ചു ചിത്രഗ്രീവൻ എന്ന് പറയുന്ന മാടപ്രാവിനെയും കൂട്ടുകാരെയും ഒക്കെ. വലയുടെ അപ്പോഴേക്കും കൂട്ടുകാരെയൊക്കെ വിളിച്ചു. എലിയുടെ കൂട്ടുകാരൊക്കെ വന്നു. ഹിരണ്യകൻ എന്നാണ് ആ എലിയുടെ നേതാവിൻ്റെ പേര്. ചിത്രഗ്രീവൻ എന്ന മാടപ്രാവിൻ്റെ കൂട്ടുകാരനാണ് ഈ ഹിരണ്യകനും കൂട്ടുകാരും കൂടി വല മുഴുവൻ അങ്ങോട്ട് രാഗി അതൊക്കെ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞ് എലികളെല്ലാം ഒത്തുചേർന്ന് എല്ലാവരും രക്ഷപ്പെട്ടു. എലികളും ഈ മാടപ്രാവും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് അന്ന് രാത്രി ഭക്ഷണം കഴിച്ചു. അവർ സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങുകയും ചെയ്തു. കാക്ക ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ, ലോകപതനൻ. എലിയുടെ ആ നല്ല പ്രവൃത്തി കാക്ക എന്ത് വിചാരിച്ചു? എൻ്റെ മക്കളെയും ഭാര്യയൊക്കെ ഇപ്പോൾ ഈ വലയിൽ വീണു പോകാൻ കാത്തിരിക്കല്ലായിരുന്നു. അത് കൂടാതെ കണ്ട് എൻ്റെ ഭാര്യ മക്കൾ, എൻ്റെ കുടുംബം രക്ഷപ്പെട്ടു. വന്നു ചാടിയ മാടപ്രാവുകളെ എല്ലാം ഈ സങ്കീർണകൻ കൂട്ടുകാരും കൂടി രക്ഷപ്പെടുത്തുകയും ചെയ്തു. വളരെ സന്തോഷമായി. ഹിരണ്യകനെ ചങ്ങാതിയാക്കാനായിട്ട് ലഘുപതനൻ ആഗ്രഹിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയുള്ള കൂട്ടുകാരായിരുന്നു, പരിചയമുണ്ടായിരുന്നു. ഇപ്പം കൂടുതൽ ആത്മാർത്ഥതയോടെ അവർ തമ്മിൽ വളരെ വളരെ സ്നേഹമായി. അങ്ങനെ ചങ്ങാതി, ഞാൻ നിന്നെ ഒരു ബന്ധുവായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു കാക്ക എലിയോട്. അപ്പം ഈ എലി പറഞ്ഞു, നമ്മൾ തമ്മിൽ മൈത്രിയോ? നമ്മളൊരു കാലത്തും അങ്ങനെ അന്യോന്യം യോജിക്കുന്നു തോന്നുന്നില്ല. എലിയും കാക്കയും തമ്മിൽ യോജിക്കുമോ? എലിക്കുഞ്ഞുങ്ങളെ കണ്ടാൽ കൊണ്ടുപോയി തിന്നണതല്ലേ കാക്ക. പിന്നെ എങ്ങനെ ഈ ശത്രുക്കളായിട്ടുള്ളവർ എൻ്റെ മക്കളെയൊക്കെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെയൊക്കെ കൊണ്ടുപോയി കൊത്തിയിട്ടല്ലേ നിൻ്റെ കുഞ്ഞുമക്കളൊക്കെ തിന്ന ആളായി വരണത് എന്നങ്ങനെ സങ്കീർണകം പറയുകയും ചെയ്തു. ശത്രുക്കൾ തമ്മിൽ അങ്ങനെ കൂടിയാലൊന്നും പറ്റില്ല. പാവപ്പെട്ട എലി, ഞാനാണെങ്കിൽ ഒരു പാവപ്പെട്ട എലി, നീയാകട്ടെ എലിയെ തിന്നുന്നവനാ. ഒരു കാലത്തും നമ്മൾ തമ്മിൽ സൗഹൃദം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ കാക്ക പറഞ്ഞു, നിന്നെ അന്തകൻ മാത്രമേ ഭക്ഷിക്കുള്ളൂ. ഞാൻ വാക്ക് തരികയാണ്, ഇനി കാലനല്ലാണ്ട് നിന്നെ ആരും ഭക്ഷിക്കില്ല. പക്ഷികളെ രക്ഷിച്ച നിന്നെ പക്ഷിയായ ഞാൻ ഒരു കാലത്തും ഭക്ഷിക്കില്ല. നീ എത്ര മാടപ്രാവുകളെ രക്ഷിച്ച് ഞാൻ കണ്ടതാ. ഇനി ഒരു പക്ഷിയായ ഞാൻ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ല, ഭക്ഷിക്കുകയില്ല എന്നങ്ങനെ തീർത്തു പറഞ്ഞു. ആപത്തിൽപ്പെട്ട ചിത്രഗ്രീവനെ നീ രക്ഷിച്ചില്ലേ? ചിത്രഗ്രീവൻ മാടപ്രാവാട്ടോ, മാടപ്രാവും കൂട്ടുകാരും. ആ ചിത്രഗ്രീവനെ കൂട്ടുകാരെ നീ രക്ഷിച്ചില്ലേ? നിന്നെ ചതിക്കാൻ ആർക്കും തോന്നില്ല. എത്ര ജീവന, എത്ര മാടപ്രാവുകളെയാണ് നീ രക്ഷിച്ച് എന്നിങ്ങനെ ഈ കാക്ക പറഞ്ഞു. ലഘുപതനൻ സങ്കടനോട് പറഞ്ഞു, എലിയോട് പറഞ്ഞു.
എന്നാലും കാക്കയ്ക്ക് ഈ വർഗത്തിനൊക്കെ ഒരു ജന്മസ്വഭാവമുണ്ട്. ഇപ്പൊക്കെ ഇങ്ങനെ പറഞ്ഞാലും ചില നേരത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ട് പറയാം. അങ്ങനെ ഇരിക്കും അവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ബന്ധുക്കളാക്കുന്നവർക്ക് ഒരു കാലത്തും, അതായത് ചാബല്യമുള്ളവരെ ബന്ധുക്കളാക്കുന്നവർക്ക് ഒരു കാലത്തും ഗുണം വരില്ല. ഉപകാരം ചെയ്തവനെ ചതിക്കുവാൻ ഇന്ന് ആർക്കും ഒരു മടിയില്ല. ഉപകാരം ചെയ്തു, അതൊക്കെ സ്വീകരിച്ചു, നല്ല കാര്യമൊക്കെ അപ്പം പറഞ്ഞു. പക്ഷെ ഒരവസരം കിട്ടുമ്പോൾ ഈ ഉപകാരം ചെയ്തവനെ ചതിക്കാൻ അങ്ങനെ മടിയൊന്നുമില്ല. പാമ്പ് മനുഷ്യനെ കടിക്കുക തന്നെ ചെയ്യും. പാല് കൊടുത്ത് വളർത്തുന്ന പാമ്പാണെങ്കിലും ചില സമയം പാടുതിരിഞ്ഞ് മനുഷ്യനെ കടിച്ചു എന്നും വരും. പൂച്ചയോട് ഇഷ്ടം കൂടിയാൽ എലികളുടെ സ്ഥിതി എന്താകും? ഇപ്പം ഞാനൊരു എലിയാണ്. ആ എലിയായി ഞങ്ങൾ പൂച്ചയോട് വളരാൻ ഇഷ്ടം കൂടെ ഒരു ദിവസം പൂച്ചയ്ക്ക് വല്ലാതെ കണ്ട് അങ്ങോട്ട് വെച്ചൊന്നും ഇനി പരങ്ങൾ തേടി പോകണില്ല, ഇവനെ തന്നെ അങ്ങോട്ട് തിന്നല എന്ന് തോന്നി എലിയെ പിടിച്ച് തന്നിരിക്കും. അതുപോലെ ഒരു സിംഹം, കടുവ തുടങ്ങിയ കാട്ടുമൃഗങ്ങൾ, പശു അവർക്ക് വല്ല ഉപദ്രവവും ചെയ്യട്ടോ? ഒരു ഉപദ്രവവും ചെയ്യണില്ല. പക്ഷെ പശുവിനെ കണ്ടാൽ, കാളയെ കണ്ടാൽ ഈ സിംഹവും കരടിയൊക്കെ പിടിച്ച് തിന്നല്ലേ? അതിന് വൈരാഗ്യമൊന്നും വേണ്ട. തമ്മിലുള്ള ബന്ധുത്വമൊന്നും ഒരു കാലത്ത് ഉചിതമല്ല. ശത്രുക്കളൊക്കെ ശത്രുക്കൾ തന്നെയാണെന്ന് കാക്ക അങ്ങനെ പറഞ്ഞു. ഇതിനാണെന്ന് എലി കാക്കയോട് പറയുക, നമ്മൾ തമ്മിലങ്ങനെ കൂട്ടായാൽ ശരിയാവില്ല, എപ്പോഴാണ് നമ്മുടെ മനസ്സ് മാറണമെന്നറിയില്ല എന്നാണ്. അപ്പം കാക്ക അതിന് തന്നിട്ടാണ് ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. പൂച്ചയെലിയും തമ്മിൽ ചേരില്ല, പാമ്പും കീരിയും തമ്മിൽ ചേരില്ല, ആനയും മനുഷ്യരും തമ്മിൽ ചേരില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിൽ കാക്ക അതിന് സമാധാനമായിട്ട് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിൻ്റെ വാക്കുകളൊക്കെ സത്യം തന്നെ, നീ പറഞ്ഞതൊക്കെ സത്യമായ കാര്യമാണ്. നിൻ്റെ സൗഹൃദമില്ലെങ്കിൽ ഞാൻ എന്തിനു ജീവിക്കണം? ഇത്രയേറെ പക്ഷികളെ രക്ഷിച്ച നീ എനിക്ക് ദൈവത്തെ പോലെ അത്ര സ്നേഹം എനിക്ക് നിന്നോട്. പിന്നെ ഞാനിനിപ്പോൾ എന്തിനും ജീവിക്കണേ? ഞാൻ പ്രായോപദേശം ചെയ്തതെന്ന് വെച്ചാൽ പട്ടിണി കിടന്ന് എൻ്റെ ദേഹം ഉപേക്ഷിക്കാൻ പോവുക, ഞാൻ മരിക്കാൻ പോവാന്ന്. ലോഹങ്ങൾ തമ്മിൽ ചേർക്കുമ്പോൾ അത് അലിയിക്കണം. ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വർണം, 2 സ്വർണ്ണക്കട്ടയുണ്ട്, 2 തരം സ്വർണം, ഒരു വളയുണ്ട്, ഒരു മാലയുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു മാലയാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വളയാകുന്ന സ്വർണവും ഉരുകണം, മാലയാകുന്ന സ്വർണവും ഉരുകണം. അത് രണ്ടും ഉരുക്കി കഴിഞ്ഞാലേ അവ ഒരുമിച്ച് ചേരുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ലോഹങ്ങൾ തമ്മിൽ ചേർക്കാൻ അത് അലിയിക്കണം. പക്ഷിമൃഗാദികളെ സ്വാധീനിക്കുവാൻ അവയ്ക്ക് മാധുര്യമോടെ ഭക്ഷണം കൊടുക്കണം. പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ നമ്മൾ വളർത്തുന്നതല്ലേ. പൂച്ചയെ വളർത്തുന്നവർക്കറിയാം, പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണം. പശുവിനെയും മറ്റു മൃഗങ്ങളെയും, മൃഗങ്ങളെയും പക്ഷികളെയും തത്തയൊക്കെ നമ്മൾ വളർത്തല്ലേ, അവയ്ക്കൊക്കെ നല്ല സന്തോഷത്തോടെ ഭക്ഷണം കൊടുക്കണം. അന്യോന്യം കാണുമ്പോൾ സജ്ജനങ്ങൾ ഒന്നിച്ചു ചേരുന്നു. ഈ നല്ലവരായ മനുഷ്യർ വളരെ കാലങ്ങൾക്ക് ശേഷമായാലും പിന്നെയായാലും ഒരുമിച്ച് കാണുമ്പോൾ അവരൊക്കെ തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെ. മൺകുടം പിളർന്നാൽ എളുപ്പം കഴിയും. ഒരു മൺകുടം പൊട്ടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു കൊച്ചു കല്ലെടുത്തിട്ട് ഒരു ടയർ കൊടുത്താൽ മതി, പൊട്ടും. പക്ഷെ അത് തമ്മിൽ യോജിപ്പിക്കാനോ വീണ്ടും കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം. പൊട്ടിയ മൺകലം, മൺകുടം ഒക്കെ വീണ്ടും യോജിക്കുകയോ? ഒന്നുമില്ല, ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അതേ സമയത്ത് മൺകുടത്തിന് പകരം ഒരു പൊൻകുടമാണ്. ആ പൊൻകുടം പൊട്ടിക്കാൻ പറ്റുമോ? വലിയ പ്രയാസമാണ്, ഒരുപാട് കഷ്ടപ്പെടണം. അഥവാ ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചു, പൊൻകുടം പൊട്ടിക്കാൻ വിഷമമാണ്, എന്നാൽ അത് കൂട്ടിച്ചേർക്കാൻ വലിയ വിഷമമൊന്നുമില്ല. ഒന്നങ്ങോട്ട് വിളയ്ക്കുക. മാലയൊക്കെ പൊട്ടിയിട്ട്, സ്വർണ്ണമാലയൊക്കെ പൊട്ടിയെന്ന് കേട്ടിട്ടില്ല? മാല പൊട്ടി എന്താ? സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോകുക, അതൊന്ന് വിളക്കുക, കൂട്ടി യോജിച്ച്. പൊട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അഥവാ പൊട്ടിയാൽ വിളക്കി ചേർക്കാവുന്നതേ ഉള്ളൂ. മൺകുടം അങ്ങനെയല്ല, പൊട്ടും, എളുപ്പത്തിൽ പൊട്ടും, പിന്നോട്ട് ചേർക്കാനും പറ്റില്ല. അതുപോലെയാണ് ദുർജനങ്ങളും സജ്ജനങ്ങളും തമ്മിലുള്ള ചേർച്ചയും ഇങ്ങനെയാണ്. ഈ മൺകുടം പെട്ടെന്ന് പൊട്ടും, പെട്ടെന്ന് പോകുന്ന ഈ നല്ലവരും ചീത്തവരും തമ്മിൽ കൂട്ടാണ്, ചങ്ങാത്താണെന്നൊക്കെ പറയണത് വെറുതെയാണ്. എപ്പോഴാണ് അതൊരു വിഷമഘട്ടത്തിലേക്ക് പോകാമെന്ന് പറയാൻ പറ്റില്ല. ഒരു ദിവസം കാക്ക ഈ ഹിരണ്യകനോട്, എലിയോട് പറഞ്ഞു, ചങ്ങാതി ഞാൻ മറ്റൊരു കാട്ടിലേക്ക് പോകുക കേട്ടോ,
എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഭക്ഷണമൊന്നും അത്ര കിട്ടാനില്ല, മരങ്ങളൊക്കെ കുറവ്, കായും ഇതൊന്നും കിട്ടാനില്ല, പഴങ്ങളൊന്നും കിട്ടാനില്ല, പോകുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത് തന്നെ വേറെ നല്ല ശുദ്ധജലമുള്ള മറ്റൊരു തടാകമുണ്ട്. അവിടെ എൻ്റെ സ്നേഹിതനായ മന്ദരൻ എന്ന് പറയുന്ന ഒരു ആമയുണ്ട് അവിടെ. അപ്പോൾ ആ ആമയുടെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അയാളൊരു ധാർമ്മികനാണ്. അവൻ എനിക്ക് വേണ്ടുന്ന മത്സ്യമാംസമെല്ലാം നൽകുകയും ചെയ്യും. അപ്പോൾ കാക്കയ്ക്ക് മത്സ്യങ്ങളെയൊക്കെ തിന്നാലോ. അപ്പോൾ ഈ വെള്ളത്തിൽ ധാരാളം മത്സ്യങ്ങളുണ്ട് തടാകത്തിൽ നിന്ന്. അപ്പോൾ ഈ പറഞ്ഞു, എനിക്കും ഇവിടെ ഭക്ഷണത്തിനൊക്കെ നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. എലി പറയാണ്, എനിക്കും അതെ നല്ല വിഷമമൊക്കെ ഉണ്ട്. ഈ ഹിരണ്യകൻ പറഞ്ഞു, ഞാനും ഭക്ഷണത്തിന് വിഷമിക്കണം, എന്താ വേണ്ടതെന്ന് എനിക്കും വിചാരിക്കുക. നീ അങ്ങോട്ട് പോകുന്നു, എന്നെയും നീ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഏതായാലും പറഞ്ഞു കാക്ക, നമ്മൾ സൗഹൃദമാകുമെന്ന് ആണല്ലോ പറഞ്ഞത്. ഞാൻ ഒരുപാട് എലികളെ രക്ഷിച്ചതിന് നിനക്ക് അഭിമാനമുള്ളതൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകണം. അങ്ങനെ ഈ എലിയെയും കൊത്തിക്കൊണ്ട് കാക്ക മന്ദരൻ എന്ന ആമ വസിക്കുന്ന തടാകത്തിലേക്ക് പോയി. അവിടെ ചെന്ന് തടാകത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ആമ ചോദിച്ചു, മന്ദരൻ എന്ന ആമ ഈ കാക്കയുടെയാണ് കൂട്ടുകാരൻ. കാക്ക ഈ എലിയെ കുത്തി കൊണ്ടുവന്നപ്പോൾ ചോദിച്ചു, എന്തിനാടാവേ ഈ എലിയും പിടിച്ചുകൊണ്ട് വന്നേക്കണേ ഇവിടെ എന്ന്. അപ്പോൾ ഈ ലോമപാതൻ എന്ന് പറയുന്ന കാക്ക ഈ എലിയെ മന്ദരൻ എന്ന ആമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? നീ വിചാരിക്കുന്ന പോലെ ഒരു നിസ്സാരക്കാരനൊന്നുമല്ല ഈ എലി. ഈ സങ്കീർണകൻ എൻ്റെ കൂട്ടുകാരനായ ഈ എലി. ഇയാൾ എത്ര പക്ഷികളുടെ മാടപ്രാവുകളുടെ ജീവനാണെന്നോ രക്ഷിച്ചേ എന്ന് പറഞ്ഞിട്ട് ആ കഥ പറഞ്ഞു കൊടുത്തു. ഇതൊന്നും കൂടാതെ ഉണ്ട്, എലി ഗണപതി ഭഗവാന്റെ വാഹനമാണ്. എല്ലാവരും ഗണപതി ഭഗവാനെ വന്ദിക്കണ പോലെ വന്ദിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ എലിയും. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഉയരൊന്ന, ഞങ്ങൾ രണ്ടുപേരും അങ്ങും ഇങ്ങും ജീവന് തുല്യം സ്നേഹിക്കണം. ശരീരം എങ്ങനെ രണ്ടായി എന്നുള്ളൂ, അയാൾ എലിയായും ഞാൻ കാക്കയായിട്ടുള്ളൂ. ഇതൊക്കെ കേട്ടപ്പോൾ ആമയ്ക്ക് വലിയ സന്തോഷമായി. ഹിരണ്യകൻ അങ്ങോട്ട് വന്നതിനുള്ള കാരണം അവൻ ആമയോട് വിസ്തരിച്ച് പറയാണ്. ആര്? കാക്ക. അതിനുള്ളൊരു കാരണം എന്നുകൊണ്ട് പറയാണ്. ആ കഥ, ഹിരണ്യകൻ്റെ കഥ പറയാം. ഇത് ഇന്ന് ഇതുവരെ പറഞ്ഞ കഥ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. കാക്ക, ആമ, എലി എന്നിവരുടെ ആ സൗഹൃദം, ഇവർ തമ്മിലുള്ള സൗഹൃദം ഇപ്പം നമ്മൾ ഊട്ടി ഉറപ്പിച്ചു. ഇനി അവരുടെ കഥകൾ അടുത്ത ദിവസം പറയും. ഇന്നിപ്പോൾ കുറച്ച് സമയമായതുകൊണ്ട് നിർത്തുകയാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ്, കാര്യം പറയും കഥയാണ്. എല്ലാവർക്കും നന്ദി.